ഹായ്, നമസ്കാരം. ഇന്നിപ്പോൾ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോവുകയാണ്. ഗൂഗിൾ പേ അല്ലെങ്കിൽ പേടിഎം, ഫോൺ പേ, ഈ സാധനങ്ങളൊക്കെ നമുക്കിന്ന് മനുഷ്യജീവിതത്തിൽ നിത്യോപയോഗ സാധനങ്ങളാണ്. ആവശ്യങ്ങൾക്ക് ഉന്നയിക്കുന്ന പേയ്മെൻറ്റുകൾ അയക്കാനും പേയ്മെൻറ്റുകൾ സ്വീകരിക്കാനും ഒക്കെയുള്ള ഒരു ആപ്പുകളാണ്. ഇത് പലരുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്താൽ കിട്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർ ഈ ഗൂഗിൾ പേയും ഈ പേടിഎം ഒക്കെ വെച്ചിട്ട് മുതലാക്കുന്ന ആൾക്കാരുണ്ട്. അത് ചില എന്താ പറയുക, ചില ഓട്ടോറിക്ഷ ഡ്രൈവർമാരും അതുപോലെ വെറുതെ ഒരു പണിയില്ലാത്തവരൊക്കെയാണ് ഇത് വെച്ച് മുതലാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ആളുകൾ ചിലപ്പോൾ അവർക്ക് ബാങ്ക് അക്കൗണ്ടിൽ പെട്ടെന്ന് പൈസ എടുക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് എവിടെയെങ്കിലും പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ചിലപ്പം അവർക്ക് അവിടെ പോയിട്ട് അത് പിൻവലിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർ ഈ ഗൂഗിൾ പേ ഇല്ലാത്തവരുണ്ടാവും, അല്ലെങ്കിൽ ഗൂഗിൾ പേയിൽ അക്കൗണ്ടിൽ പൈസ ഇല്ലാത്തവരുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന ടൈമിൽ ഇവർ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കും. അപ്പോൾ ഇവർക്ക് ഗൂഗിൾ പേ വഴിക്കും ആവും ചില പൈസ വേണ്ടത്. അപ്പോൾ പൈസ ഗൂഗിൾ പേ ചെയ്യാനായിട്ട് ഇവർ കയ്യിൽ നിന്നുള്ള 100, 200, 500 ഒക്കെ എത്ര ഗൂഗിൾ പേ ചെയ്ത് വെച്ചാൽ അത് കൊടുക്കും. അപ്പോൾ അതിനൊരു നല്ല സംഖ്യ തന്നെ ഇതിന് ലാഭം പറ്റുന്ന ആൾക്കാരുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ അർജൻറ്റായിട്ട് വരുന്നുണ്ടാവും, നമ്മളത് കരുതിയിട്ടാവില്ല, ആകത്തില്ല, ഒരു ആളോട് ഇങ്ങനെ ഗൂഗിൾ പേ ആക്കി പോയി. അപ്പോൾ ഈ മിക്ക ആൾക്കാർ, ഓട്ടോറിക്ഷക്കാരല്ല അതുപോലുള്ള മറ്റുള്ള ആൾക്കാരായിട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഗൂഗിൾ പേ ചെയ്യും. വരും ഇത്ര രൂപയ്ക്ക് ഇത്ര രൂപ എന്നുള്ള ഗൂഗിൾ പേ ചെയ്യും. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ 10, 20, 30 വാങ്ങുന്നവരുണ്ട്. അപ്പോൾ നേരെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ഓൺലൈൻ സ്ഥാപനമായാലും ഒരു മൊബൈൽ കടയായാലും അവർക്കത് വാങ്ങാനുള്ള അധികാരമുണ്ട്. കാരണം അവർക്ക് ലൈസൻസ് ഉണ്ട്. അവർ ഇങ്ങനെ ഓൺലൈൻ പേയ്മെൻറ്റൊക്കെ നടത്തിയിട്ടും ഗൂഗിൾ പേയും റീചാർജും അതുപോലുള്ള സാധനങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടാണ് അവരുടെ സ്ഥാപനങ്ങൾ മുന്നിലോട്ട് പോകുന്നത്. അതുപോലെ അല്ല ഒരു പ്രൈവറ്റായിട്ട് ഒരാൾ, പൊതുവെ ഒരാൾ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു മനുഷ്യന് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അയാളോട് 100, 500 അയച്ചു കൊടുക്കാം. അയാൾ തിരിച്ചാ പൈസ തരുന്നുണ്ടല്ലോ. പിന്നെ അയാളുടെ ഒരു കമ്മീഷൻ വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്. കാരണം ഇങ്ങനെ ലാഭം പറ്റി ജീവിക്കുന്ന ചില തെണ്ടുകളുണ്ട്. കാരണം ഇതൊന്നും ഇങ്ങനെയുള്ള പൈസ ഒന്നും ശരീരത്തിൽ പിടിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗൂഗിൾ പേ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിൻ്റെ ബാറ്ററിയിൽ നിന്ന് ലേശം ചാർജ് ചിലവാകുന്നുള്ളൂ, അല്ലാതെ അനാവശ്യമായിട്ട് വേറെ പൈസ ഒന്നും ചിലവാകുന്നില്ല. അപ്പോൾ ചില ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ ഭാഗത്താണ് ഇത് അധികം കാണുന്നത്. ഓട്ടോറിക്ഷ ഡ്രൈവർമാരെന്നല്ല, ആരായാലും. അപ്പോൾ അത് ഇനിയെങ്കിലും നിർത്തുക, അതല്ലെങ്കിൽ അവർ ചെയ്യാതിരിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ പാവങ്ങളെ ഒരു പറ്റിക്കുന്ന പരിപാടിയാണ്. പറ്റിക്കുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ അവർ എന്തെങ്കിലും മനസ്സ് വിഷമിച്ചാവും വരുന്നത്. പെട്ടെന്ന് എന്തെങ്കിലും അർജൻറ്റ് 500, 1000 ഗൂഗിൾ പേ ചെയ്യാനായിട്ട് പറയും. അത് അവർ പേഴ്സിന് എടുത്താൽ പൈസ കൊടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ലാഭം നോക്കുന്ന ആൾക്കാരുടെ ഒരു കാര്യം പറയാം, ഇങ്ങനെയുള്ള ഇതൊന്നും ഒരുപാട് മുന്നോട്ട് പോകത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ശരീരത്തിൽ പിടിക്കില്ല. ഇങ്ങനത്തെ കിട്ടുന്ന പൈസ ഒന്നും. മനസ്സിലായില്ലേ? അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. പിന്നെ ഈ ഗൂഗിൾ പേയുടെ സ്കാനർ വഴിക്കൊക്കെ ചില ആൾക്കാർ പൈസ, ചില കച്ചവടക്കാർ സ്കാൻ ചെയ്തിട്ട് പൈസ വാങ്ങും. സ്കാൻ ചെയ്തിട്ട് പൈസ വാങ്ങിക്കഴിഞ്ഞിട്ട് പാവപ്പെട്ട ജനങ്ങൾ ചെല്ലുമ്പോൾ അവരോട് പൈസ കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. അവരോടും പറയാം, ഈ തട്ടിപ്പ് നിർത്തുക. ഒന്നെങ്കിൽ നിങ്ങൾ നേരിട്ട് ചില്ലറ കാശ് കയ്യിൽ വാങ്ങുക, അതല്ലാതെ ഈ തട്ടിപ്പായിട്ട് നടക്കരുത്. കഴിഞ്ഞ കൊല്ലം ഞാൻ എറണാകുളത്ത് കാക്കനാട് ഒരു സ്ഥലത്ത് റൂം എടുത്തിരുന്നു. ആ റൂമിന് 750 രൂപയായിട്ട് വാടകയുണ്ട്. 750 രൂപ ഞാൻ തലേ ദിവസം ഗൂഗിൾ പേ ചെയ്തു. പിറ്റേ ദിവസം ചെക്കൗട്ട് ആകുന്ന സമയത്ത് അയാൾ അവിടെ ഇല്ല. റൂമിൻ്റെ ഓണർ, അവിടെ ഇരിക്കുന്ന ആളവിടെ ഇല്ല. അവിടെ വേറെ ഒരു അടിച്ചു വരുന്നൊരു സ്ത്രീ, പിന്നെ അവിടുത്തെ വേറെ ഹിന്ദിക്കാരൻ പയ്യനും അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു, പിന്നെ നിങ്ങൾ ഇന്നലെ ഗൂഗിൾ പേ ചെയ്തിട്ട് സാറ് ഗൂഗിൾ പേ ചെയ്ത് കിട്ടിയിട്ടില്ല എന്നാണ് നമ്മുടെ ഇവിടുത്തെ ആൾ സാറ് പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ സാറിനെ ഒന്ന് വിളിക്കുക, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. വിളിച്ച് ചോദിച്ചിട്ട് ഇവൻ ജന്മത്ത് ഇവൻ സമ്മതിക്കുന്നില്ല, ഗൂഗിൾ പേ ചെയ്തിട്ടില്ല എന്നാണ് ഇവൻ പറയുന്നത്. പഴയ ഗൂഗിൾ പേ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ അടുത്തുണ്ട്. ഗൂഗിൾ പേ ചെയ്തതിൻ്റെ
പൈസ പോയത് തലേ ദിവസം 3 മണിക്ക് 4 മണിക്ക് ഞാൻ വൈകുന്നേരത്തെ ഇത് ഗൂഗിൾ പേ ചെയ്യുന്നത്. അപ്പോൾ അതെൻ്റെ അടുത്തുണ്ട്. ഞാൻ വിളിച്ച് ചോദിച്ചു ലാസ്റ്റ് അവനോട് ചൂടാകേണ്ടി വന്നു, ദേഷ്യപ്പെടേണ്ടി വന്നു. ദേഷ്യപ്പെട്ട് 4 വർത്തമാനം പറഞ്ഞപ്പോൾ അവന് ഗൂഗിൾ പേ ശരിയാ, നിങ്ങളുടെ പൈസ കിട്ടിയിട്ടുണ്ട്, സാറിൻ്റെ പൈസ എൻ്റെ അക്കൗണ്ടിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉടായിപ്പ് പരിപാടി കാണിക്കാൻ നിൽക്കരുത്. ഇതുപോലുള്ള ഒരുപാട് ആൾക്കാർ നക്കികളുണ്ട്, ഈ പെറുക്കികൾ വേറും തെണ്ടിത്തരമായിട്ട് നടക്കുന്നത്. ഇവരൊക്കെ അടി കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഓരോ തട്ടിപ്പും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പൊതുവെയുള്ള ജനങ്ങളോട് എനിക്കൊരു അഭിപ്രായം, നിങ്ങളൊക്കെ നമ്മുടെ സഹോദരനെ പോലെ കരുതിയിട്ട് പറയുന്നതാണ്. നിങ്ങളൊക്കെ റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ക്യാഷ് നേരിട്ട് കൊടുക്കുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പറയുന്നത് നിങ്ങൾക്ക് നെറ്റ് അവിടെ നിങ്ങോട്ട് പോന്നിട്ടില്ല, അല്ലെങ്കിൽ നെറ്റിൻ്റെ കംപ്ലൈൻ്റാണ്, നാളെ നോക്കിയിട്ട് പറയാമെന്നൊക്കെ പറയും. ഇങ്ങനെ കുറേ ഉടായ്പന്മാരുണ്ട്. പക്ഷേ ഇതൊന്നും ശരീരത്തിൽ പിടിക്കില്ല ഇങ്ങനത്തെ കാശുകളൊന്നും. മനസ്സിലായില്ലേ? അപ്പോൾ ഇനിയെങ്കിൽ അത് നിർത്തുക, നാറിയ പരിപാടി ചെയ്യരുത്. ഓക്കെ, പറഞ്ഞു നിർത്തുന്നു. ഗുഡ് ബൈ. ആർക്കെങ്കിലും പ്രതികരിക്കുന്നതിൻ്റെ അശ്ലീല കമൻറ്റോ നെഗറ്റീവ് കമൻറ്റോ ആയിട്ട് ഇതിൻ്റെ പുറകെ വരരുത്. ഞാൻ നല്ല ശക്തമായിട്ട് പ്രതികരിക്കും. പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക, ഷെയർ വേണമെങ്കിൽ ഷെയറും ചെയ്യാം. പക്ഷേ കമൻറ്റായിട്ട് പോരുത് കേട്ടോ. കമൻറ്റ് അനുകൂലമായിട്ടുള്ള കമൻറ്റാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിനെ ന്യായീകരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, കുറേ കമൻറ്റ് ഓടികളുണ്ട്. ഗൂഗിൾ പേ ചെയ്താലെന്താ കുഴപ്പം? അവൻ്റെ ലാഭം നോക്കുന്നതല്ലേ. പാവങ്ങളെ ഇടിച്ചു പിടിഞ്ഞിട്ടല്ലേ ലാഭം ഉണ്ടാക്കുന്നത്. ഈ വലിയ വലിയ ഹോട്ടലിലും ലോഡ്ജുകളിലൊക്കെ റൂം എടുക്കുന്നവരുടെ കാര്യം പറയുന്നതാണ്. അപ്പോൾ ഗൂഗിൾ പേ പൊതുവെ ചെയ്തവരുടെ കാര്യം പറയുന്നത്, ഗൂഗിൾ പേ ആയാലും പേടിഎം ആയാലും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് അത് നോക്കണം. ഇനിയെങ്കിലും നിങ്ങളത് ചെയ്യാതിരിക്കുക. ശരി, എന്നാൽ നിർത്തുന്നു. ഓക്കെ.